കറണ്ടും ബില്ല് അതാ വന്ന് കിടക്കണു. നാളെ ഇപ്പൊ പീസ് ഊരിന്റെ ദിവസമായി കാരം. അപ്പൊ കാട്ടുക നടക്കാന് എത്ര കാട്ട് നബീസോ. അതാണെങ്കിൽ 600 ഉറുപ്പ്യാറ്റുണ്ടല്ലോ. സുക്കൂറിന്റെ സ്ഥിതി ഇപ്പൊ എനിക്കറിയില്ലേ. എൻ്റെ മരുന്നിന് തന്നെ ഓൻ ഒരുപാട് പൈസ ആണ്. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ എങ്ങനെ ഓനെ ഇറങ്ങാറാക്കുക. ഓനാണെങ്കിൽ എന്നും പണിയില്ല. പെൻഷൻ പൈസയാണെങ്കിൽ ഇപ്പൊ കിട്ടണില്ല. വല്ലാത്തൊരു ഇറങ്ങാറിലാണ് ഇപ്പൊ നമ്മളെ അവസ്ഥ. ഊറൊന്ന് പണി ഉണ്ട് കാണ്ട് പോയിന്നു. പണി ഉണ്ടായാ മതിയെന്നൊന്നും ഉച്ചക്കൊന്നും ചോറ്റിനൊന്നും വന്നിട്ടില്ല. അപ്പൊ ഉണ്ടാവുമെന്ന് കരുതണു. ഒരു സാധനവും ഇല്ല അടുപ്പം കണിയില്. ഉള്ളി 2 ഉള്ളി തന്നെ ഉള്ളു. തക്കാളി ഇല്ലായിട്ട് ഞാൻ ആ അപ്പുറത്തെ ബിന്ദുവിന്റെ അടുത്തുനിന്ന് വേങ്ങി 2 തക്കാളി. ഓൻ്റെ ഒരാളെ കൈമന്ന് കിട്ടിയിട്ടുണ്ട് നബീസോ ഈ പെരീത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കജ്ജാനി. അതിന് ഓൻ്റെ കുട്ടിയാൾക്ക് തന്നെ എന്നും സോക്കടാണ്. ഓലേറ്റ് പോകാൻ തന്നെ ഒരു സംഖ്യ ഓനും വേണം. എൻ്റെ ഈ കജ്ജിൻ്റെ ആ തൈലം കഴിഞ്ഞേക്കണം. അത് ഞാൻ ഓനോട് പറഞ്ഞിട്ടില്ല. ഈ നാളേറ്റ് നേരം പോലത്തിട്ട് ആര്യശാലയ്ക്കൊന്ന് പോയി അവിടെ ഒന്ന് പോയി വരി നിൽക്കണം. എന്നാൽ അവിടുന്ന് വെറുതെ കിട്ടുമല്ലോ. അതേലൊന്ന് തേച്ച് കാണ്ട് ഒരു സമനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പപ്പാന്റെ കുട്ടികളെ എടുക്കാൻ ടൂർ പോകേണ്ടത് ഇപ്പപ്പാ ഞങ്ങളെ സ്കൂളിൽ നിന്നേ ചെറിയ കുട്ടികൾക്ക് മലമ്പുഴയ്ക്കും വലിയ കുട്ടികൾക്ക് മൈസൂർക്കാണ് ടൂറ്. മൈസൂർക്കും മലമ്പുഴയ്ക്കും ഒക്കെ പോവാൻ കൊറേ കായ് ആവൂല സാനുപ്പ. എത്ര കായ് ആവും എന്നാ മാസ്റ്റർ നിങ്ങളോട് പറഞ്ഞേക്കേണ്ടത്? എനിക്ക് 2 ദിവസത്തെ ടൂറാണ് ഇപ്പപ്പാ. എനിക്ക് 3000 ഇബക്ക് 1000 ഉള്ളൂ. എത്ര സാനിപ്പ ഇജ്ജ് പറണ്ടത്? എനിക്ക് 3000 ഒക്കെ 1000 ഉറുപ്പിയെ. ഇവിടെ അതാ ഉള്ളിപ്പോണല്ലായിട്ട് ഞാൻ ഇപ്പപ്പാരോട് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നിൽക്കാണ്. കറണ്ടും ബില്ല് വന്ന് കിടക്കണു. അത് അടക്കാനൊരു വജ്ജില്ലായിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ. പറ്റൂല അമ്മ. എന്റെ കൂട്ടുകാരത്തികളൊക്കെ ഉണ്ടല്ലേ, എപ്പോഴും ഞങ്ങള് പോവലില്ലല്ലോ. ഇവിടുന്ന് പോവാൻ കായില്ലായിട്ടല്ല അമ്മമ്മ പറഞ്ഞിട്ട് റിതോ. എവിടുന്നാ നമ്മളെടുത്ത് കായ്? എല്ലാരും വരിയിട്ട് മാറില്ല നമ്മളെ വരിയില്. എന്നാ നമ്മളെ വരി പൈസ ഉണ്ടാവില്ലേ? പപ്പാന്റെ കുട്ടികൾക്ക് നമ്മളെ പെരീത്തെ സ്ഥിതി അറിയായിട്ടാണ്. പപ്പാന്റെ അടുത്ത് നിങ്ങൾക്ക് തരാൻ കായില്ല. നിങ്ങളപ്പാന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയില്ലേ. എപ്പോഴേലും ഒരു പണി ഓൻ ഉണ്ടാവില്ലുള്ളൂ. അതിപ്പോ നമ്മളെ ചെലവ് കഴിഞ്ഞ് പോകണ്ടേ ഞമ്മക്ക്. പിന്നെ നിങ്ങൾക്ക് ടൂറിന് ഓന് പൈസ തരാൻ ഉണ്ടാവൂല. നിങ്ങൾ ഓൻ വരുവയ്ക്കാരോ ഓൻ വന്നിട്ട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി പല കുട്ടികൾ. ഇനി പനോടാണ് ചോദിച്ചായേ. പനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ബൂസ്റ്റൊക്കെ കുടിച്ചില്ലേ? 2 കോഴിമുട്ട പൊങ്ങിച്ചിരുന്നു. അത് ഇന്നില്ല? അതൊക്കെ ഞാൻ കുടിച്ചുക്കണുപ്പാ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്. എത്ര മോനോ ഇപ്പാന്റെ കുട്ടിക്ക് പനോട് പറയാനുള്ളത്? ഇപ്പൊ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട്. 3000 ഉറുപ്പ്യാണ് ഫണ്ട്. അപ്പൊ ഇതിന്റെ ചെലവിനും എല്ലാത്തിനും കൂടി 5000 ഉറുപ്പ്യ വേണ്ടി വരും. മോനോ നമ്മള് മൈസൂർക്ക് എത്ര വട്ടം ടൂറ് പോയിക്കണേ? ഞാൻ മൈസൂർക്കൊക്കെ പോയതല്ലപ്പാ. അത് പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായോണ്ടേ ഓലപ്പം പോവാ വെച്ചിട്ട്. എല്ലാവർക്കും പൂതി ഉണ്ടായിട്ടൊന്നല്ല. സ്കൂൾക്കുള്ള പൈസ മോനോ ഇജ്ജ് മനകഥ വാങ്ങിക്കൊണ്ടിട്ടാ. പോകുമ്പോ ഞാനേ ചെലവുള്ള പൈസ ഞാൻ തരണ്ടിട്ടാ. റിജു ഇജ്ജ് പനോട് ചോദിച്ചാ. എന്താ നിങ്ങൾക്ക് രണ്ടാക്കും ഒരു പരിങ്ങല്? എന്താ ചോദിച്ചാണ്ടല്ലോ എന്നോട്? ഇപ്പ പറ്റൂല അറിയരുത്. ഞങ്ങളെ സ്കൂളിൽ നിന്ന് ടൂർ ഉണ്ട്. ഞങ്ങളെ 2 വിടുവോ? എവിടുക്കറിയതോ ടൂറ്? എത്ര പൈസ ആവും രണ്ടാക്കും കൂടി? ഇപ്പ എനിക്ക് 3000 ഓക്ക് 1000 4000 ആവുള്ളൂ. 4000 ഉറുപ്പ്യ സാനുപ്പ രണ്ടാക്കും കൂടിയോ? എവിടക്കപ്പ ഇങ്ങ് ടൂർ പോകണ്ടേ? ഞങ്ങള് 4ാം ക്ലാസ്സുകാർ മലമ്പുഴക്കാണ്. ഞങ്ങള് വലിയവരേ മൈസൂർക്ക്. സാനുപ്പ ടൂറൊക്കെ പോണ നല്ല തന്നെയാണ്. ഇപ്പാൻ്റെ കുട്ടികൾക്ക് കായ് തരാൻ ഇപ്പാൻ്റെ അടുത്ത് പൈസ ഇല്ല. ഇപ്പൊക്കെ പണിയില്ലാത്ത കാര്യങ്ങൾക്ക് അറിയില്ലേ. ഇന്ന് പണിക്ക് പോയിന് ഇപ്പൊ കുറേ ദിവസത്തിന് ശേഷം. എന്നാൽ തന്നെ ആ പണിയെടുത്ത പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 4000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നിങ്ങളെ അമ്മക്ക് സ്കാനിങ് എടുക്കാൻ പറഞ്ഞിട്ട് കുറേ ദിവസമായിക്കണം ഡോക്ടർ. നിങ്ങൾക്ക് അറിയില്ല അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന അല്ലേ. അതിനും കൂടി പണിയെടുത്ത പൈസ ഇല്ല. ഞാൻ ഇപ്പോൾ എവിടുന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാം? എനിക്ക് തരാൻ പോലില്ല എന്നിട്ടല്ല. ഞങ്ങളെ സ്കൂളിൽ നിന്നേ എല്ലാ കുട്ടികളും പോകുന്നുണ്ട്. ഞങ്ങള് മാത്രമേ കാര്യം പോകാത്തുണ്ടാവുള്ളൂ. എങ്ങനെയും പൈസ ഉണ്ടാക്കി തരും. സാനുപ്പാ ഇപ്പൊ എവിടുന്നെങ്കിലും പൈസ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. നിങ്ങൾ സ്കൂളിൽ തന്നിട്ട് ചായ അടിച്ചേക്കണാ? ചായ അടിച്ചിട്ടില്ല. എന്നാ വരി നമുക്ക് ചായ അടിച്ച. ഇപ്പാ ചായ എടുത്ത് വെച്ചേക്കണ വരി നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിച്ചാ. ചായ വെച്ച് മാണ്ടടാ. ഇജ്ജ് കുട്ടികളും ഇരുന്ന് കാണ്ട് കുടിച്ചോ. ആ കുട്ടികൾ എന്നോട് എത്തേലും പറഞ്ഞോ? സ്കൂളിൽ തന്നുകാണ്ട് എന്നോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു. എന്നോട് എത്തേലും പറഞ്ഞോ? അതിപ്പാ ആ ടൂറിന്റെ കാര്യല്ലേ. അത് ഞാൻ ആ പണി കഴിഞ്ഞ് വന്നേക്കാൻ ഓലിനോട് പറഞ്ഞു. അപ്പൊ ഇതിനും സാനുപ്പാക്കും കൂടി 4000 ഉറുപ്പ്യ വേണാലോ. ഞാൻ ഓലോട് പറഞ്ഞു ഇന്റെ അടുത്തോടുന്ന കായിന്ന്.
എനിക്ക് പണി ഉണ്ടായിട്ട് തന്നെ കുറേ ദിവസമായിക്കണില്ലേ. ഇപ്പം ഇന്നൊരു പണി ഉണ്ടായിക്കണു, അതിൻ്റെ കാര്യം ഇപ്പം കിട്ടിയിട്ടില്ല. അപ്പം എൻ്റെ കുട്ടി എവിടുന്നേലും വാങ്ങിക്കാണ്ടാണെങ്കിൽ ആ കുട്ടികൾക്ക് കുറച്ച് കായ് ഉണ്ടെങ്കിൽ കൊടുത്താണ്ടി. ഓലെ പ്രായക്കാരൊക്കെ ഇപ്പം ടൂറ് പോകുന്നുണ്ടാവും. സ്കൂളത്തെ ആൾക്കാർക്ക് ഇപ്പം നമ്മൾ സ്ഥിതി അറിയില്ലല്ലോ. ഓലിപ്പോൾ 4000, 3000, 2000 എന്ന് പറഞ്ഞിക്കാണ്ട് കുട്ടികളെ പറഞ്ഞയച്ചിക്കാണ്ട് ഓലിപ്പോൾ ഇവിടെ നിന്ന് ഒളിച്ചിന്നിപ്പോൾ വൈകുന്നേരം വന്നിക്കാണ്ട് എത്താപ്പം അങ്ങനായ കാട്ട് എന്തെങ്കിലും ചെഞ്ചാൻ പറ്റുമെങ്കിൽ പല കുട്ടിയൊന്നും ചെയ്തു കൊടുത്താണ്ടി. ഇന്ന് കളി നടക്കുവോ? സാനിപ്പൊന്ന് വരുമോ? ഞാൻ സാനുപ്പാന്റെ പേരന്റെ മുമ്പ് കൂടെ വന്ന് ഓനെ കൊറേ വിളിച്ചു. ഓൻ വരികക്കാരാ. ടൂർ പോകുമ്പോ ക്യാമറ എടുക്കൊണ്ടിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസുകളും ഫോട്ടോകളൊക്കെ എടുക്കണട്ടാ. ഇത് ഐഫോണിന്റെ 13 ആണ്. ഇതല്ല, ഇതിന്റെ 15 Pro ഉണ്ട് എന്റെ ഉപ്പാന്റെ അടുത്ത്. ഞാൻ അതുകൊണ്ടേക്കാരം വരിക. നമുക്ക് അതിൽ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചാ. എടാ എന്റെ ഉപ്പയ്യ ടൂറിനുള്ള 3000 മാത്രമേ തന്നിട്ടുള്ളൂ. എന്റെ ചെലവിനുള്ള കായൊക്കെ ചുടുക്കുവോ? ആദ്യം കാര്യത്തിൽ വേചാവണ്ട. എന്റെ അടുത്ത് പൈസ ഉണ്ട്, നമുക്ക് ആ പൈസ കൊണ്ട് അടിച്ചു പൊളിച്ചാ. ആ സാനുപ്പാ എവിടെ ചങ്ങാനെ എത്ര നേരം കാത്തുക്കണേ. ലോക്കായി അതാ നേരം വൈകി. അല്ല സാനുപ്പാ, എന്റെ ടൂറിന്റെ പൈസ ഒക്കെ റെഡി ആയാ? എന്റെ ടൂറ് നടക്കും തോന്നണില്ല. പപ്പാനോട് ചോദിച്ചപ്പോ പൈസ ഇല്ല എന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പാനോട് ചോദിച്ചപ്പോ ഉപ്പാക്ക് പണിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഉമ്മാന്റെ അസുഖം നിങ്ങൾക്ക് അറിയില്ല. ഉമ്മാക്ക് സ്കാനിങ്ങിന് തന്നെ വേണം 4000-5000 റുപ്യ. പിന്നെ എനിക്കൊറ്റക്ക് പോന്നാ പോരല്ലോ, ഋതുവിനും എൻ്റെ ഒപ്പം പോരണ്ടേ. ആടാ, എനിക്കും എന്റെ പെങ്ങൾക്കും കൂടി പോരണ്ടേ? അതിനുള്ള പൈസ എന്റെ ഉപ്പാന്റെ അടുത്ത് ഉണ്ടാവൂലേ? കാരണം അതേ കാര്യം ഇപ്പൊ പറഞ്ഞിക്കോ. ഇതൊരു വല്ലാത്തൊരു തരികിടാണല്ലോ. അതിനോട് പന്തിന് പൈസ ചോദിച്ചപ്പോ എൻ്റെ അടുത്തില്ല. ടൂറിന് എല്ലാവരും പാടി പോകുമ്പോഴും എൻ്റെ അടുത്ത് പൈസ ചെയ്യാം. എനിക്കൊന്നും എൻ്റെ പെരീത്തെ അവസ്ഥ അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞത്. ഇങ്ങോട്ട് വന്ന എന്നോട് ഒരു കാര്യം പറയട്ടെ. ഇജത്ത് പരിപാടി കാട്ടിയത് എനിക്ക് ഓൻ്റെ പെരീത്തെ അവസ്ഥ ഒക്കെ അറിയില്ലേ? പിന്നെ എത്തിനാ ഓനോട് അങ്ങനെ പറഞ്ഞേ? എടാ ഞാൻ അറിയാതെ പറഞ്ഞതാടാ, എനിക്ക് പറയണ്ടായിരുന്നില്ല തോന്നിന്. എടാ, സാനിപ്പോ പാവല്ലേ, ഓന് നമുക്ക് ടൂറിനുണ്ടോണം. എൻ്റെ അടുത്തൊരു മാർഗണ്ടേ, അതിന് ചീൻ്റെ ഒപ്പം നിൽക്കുവോ? സുക്കൂറ, കുഞ്ഞോനെ ഞാൻ സാധനം ഇറക്കിച്ചാ എന്നോട് കാര്യം പറയണ്ടേ. എന്താ കുഞ്ഞോനെ ഈ കൊറേ നേരം ഏറ്റി ആണ്ടുകൊണ്ട് നടക്കണേ, എന്തത്? അതെ, നമ്മളെ മമ്മദാക്കാൻ്റെ തേങ്ങയാണ്. അതാ റോട്ടുമ്മ ഇറക്കിയിട്ടേനു. അവിടെ ഓവാലത്തിൻ്റെ പണിയെടുക്കല്ലേ. അപ്പം ഇന്നിപ്പോൾ ഒരു പണി കിട്ടിയതാണ്. കുറച്ച് നേരപ്പോൾ അതുണ്ടാവും പണിയായിട്ട്. ഞാൻ വെയിലത്തൊന്നും ഇങ്ങോട്ട് വാ. എനിക്കതിനെ കാണുമ്പോൾ എപ്പോഴും ഒരു വിഷമാടാ. ഞാനും ഇജൊപ്പം പഠിച്ചതാണല്ലോ. ഞാൻ ഇപ്പം നല്ല സെറ്റപ്പിലായി. ഇജ് ഈ കൂലിപ്പണി എടുക്കൽ ഇറങ്ങിയിട്ട് അത്ര കാലമായി. എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് പണി ഉണ്ടാവുള്ളൂ. എങ്ങനെ നിങ്ങൾ കുടുംബം കഴിഞ്ഞു പോകണം? അത് പറഞ്ഞ കാര്യം തന്നെ കുഞ്ഞോനെ, നമ്മൾ ഒരുമിച്ച് പഠിച്ചതന്നല്ലേ. ഇജന്ന് 10ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്താൽ നേരെ മഹാരാഷ്ട്രയിൽ പോയിക്കാണ്ട് അവിടെ ഹോട്ടലും പരിപാടിയൊക്കെ ആയിട്ട് ഇജിപ്പോൾ വലിയ പേരും കാറൊക്കെ ആയി. എനിക്കിപ്പോൾ വലിയ മെച്ചമൊന്നുമില്ല. പഠിച്ചപ്പോൾ എല്ലാവർക്കും ഒരേമാതിരി കൊടുക്കൂലല്ലോ. അവൻ സാരല്ല സുക്കൂറെ, പഠിച്ചോൻ വലിയവനല്ലേ, അന്യം വലുതാക്കും. ഞാനേ അതിനല്ല എന്നെ വിളിച്ചത്. എൻ്റെ ചെക്കൻ്റെ കൂടെയല്ല എൻ്റെ ചെക്കൻ പഠിച്ചത്. ഓൻ ടൂർ പോണ കാര്യം പറഞ്ഞല്ലോ. എൻ്റെ കുട്ടി ടൂർ പോകണ്ടോ? അതിൻ്റെ കഥ ഒന്നും പറയണ്ട കുഞ്ഞോനെ. ചെക്കനെ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് മുണ്ടാതെ നടക്കൽ. ഓൽക്കിപ്പോൾ നമ്മളെ പ്രാരാധം പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എൻ്റെ അടുത്ത് കൊടുന്ന പൈസ രണ്ടാൾക്കും കൂടി 4000 റുപ്യ വേണം. എൻ്റെ ചെറിയോളും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, ഞാൻ എവിടെന്നെങ്കിലൊക്കെ ആരൊക്കെന്തെങ്കിലൊക്കെ ഒപ്പിച്ചിക്കാണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഓൽക്കിപ്പോൾ ഓരപ്പുള്ളവരൊക്കെ പോകുമ്പോൾ ഒരു വിഷമൊക്കെ ഉണ്ടാവും. അതിന് കരുതിയിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് കായുണ്ടെങ്കിലല്ലേ നമുക്ക് പറഞ്ഞേക്കാൻ പറ്റുള്ളൂ. എൻ്റെ ചെക്കനെ 5000 റുപ്യ വേണമെന്ന് അറിയുമോ? ഓല് പോയി എൻജോയ് ചെയ്യട്ടെ, അല്ലാപ്പം എന്താ, കുട്ടികളല്ലേ. മാഷെ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താ പിന്നെ കുട്ടികൾ പോന്നു? മാഷെ ഞങ്ങൾ എത്തിയിട്ടാണ് പോന്നതാണ്. ഇതിപ്പോ കുറച്ച് ചില്ലറോട്ട് 1000 റുപ്യ ഉണ്ടല്ലോ. എന്തിനാപ്പ ഇത്? നമ്മളെ ക്ലാസ്സിലെ ഷാനെ ടൂറ് പോകാൻ പൈസ ചെയ്യാത്തോണ്ടേ ഞങ്ങളെല്ലാ കുട്ടികളും കൂടി പിരിച്ചുണ്ടാക്കിയ പൈസ അതെ. മക്കളെ, ഇത് 1000 റുപ്യ ഉണ്ട്. ഇനിയിപ്പോ 2000 റുപ്യക്ക് വേണം. അത് ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടായിക്കോളാം കേട്ടാ. നിങ്ങൾ ചെയ്ത കാര്യം നല്ല കാര്യമാണ്, സാപാടിക്കല്ലേ കേട്ടാ. നല്ല കുട്ടികളാട്ടാ, ആ മനസ്സാണ് വേണ്ടത് കേട്ടാ. മാഷെ എന്നാൽ ഞങ്ങൾ പോയി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. നോക്കി പോയിക്കോളി. താത്ത, ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ടോ?
എന്റെ ചെക്കനെ അവിടുന്ന് സ്വൈരം കെട്ടി കൊടുക്കാണ്. എവിടുന്ന് ബിന്ദു ടൂർ പോവാന് പൈസ ഈ കുട്ടിയാക്ക് എത്ര റുപ്യ വേണം? ഈ സുക്കൂറിന്റെ കൈമ കിട്ടിയിട്ട് വേണ്ടേ എല്ലാ ഒരു ചെലവും? ഓൻ എപ്പോഴേലും ഒരു പണി ഉണ്ടാവും. കുട്ടികൾ ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ പോവണം എന്ന് പറഞ്ഞിക്കാണ്ട് തിരക്കൂട്ടുന്നുണ്ട് ഇവിടെ. താത്തന്റെ അടുത്തൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ കുടുംബശ്രീന്ന് ലേശം പൈസ എടുത്തിട്ട് ആ ചെക്കനെ പറഞ്ഞയക്കണം എന്നാ വിചാരിക്കുന്നത്. ഇവിടെ ഈ കുടുംബശ്രീ അങ്ങനത്തെ ഒന്നും ഇല്ല. അന്നാന്ന് കിട്ടണ ചെലവ് കഴിഞ്ഞ് പോവാന്നല്ലാതെ ഇനി എത്തൊക്കെ കാട്ടണമെന്നാവോ. വലൈക്കും അസ്സലാം. എവിടുന്ന് പള്ളിക്കന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ. ഞാനിവിടെ ഒരു കുട്ടിയുടെ രക്ഷിതാവിനെ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അയാളൊന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ നിരക്കൊന്ന് പോയി നോക്കുകയാണ്. ഞാനേ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഏതായാലും കണ്ടത് നന്നായി. നമ്മൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ കുട്ടികളോടൊക്കെ ടൂറ് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് കുട്ടികളവിടെ വന്ന് പറഞ്ഞിരുന്നു. പേരൊക്കെ കൊടുത്തക്കൂടെന്നും പറഞ്ഞു. എൻ്റെ സ്ഥിതി ഇപ്പം നിങ്ങൾക്ക് അറിയില്ലേ. എൻ്റെ സുക്കൂറിൻ്റെ കൈമ കിട്ടിയിട്ടുമാണ് എൻ്റെ പെരീത്തെ ചിലവൊക്കെ കഴിഞ്ഞ് പോകാൻ. ഇച്ചാണെങ്കിൽ ഓൽക്കൊരു 10 ഉറുപ്പ്യ കൊടുക്കാൻ എൻ്റെ അടുത്ത് ഇല്ലേ. അപ്പോൾ എന്താ ഇപ്പം ചെജ്ജാച്ചിട്ടുള്ള ഇടങ്ങേറിലാണ് ഞാൻ. കുട്ടികളാണെങ്കിൽ അവിടെ തൊയിരം കെടുത്തുന്നുണ്ട്. ഈ ടൂറിൻ്റെ പരിപാടിയൊക്കെ സ്കൂളുകളിലൊക്കെ മാസ്റ്റേ. ഞങ്ങളെപ്പോലത്തെ പാവങ്ങളെ ഈ ഗവൺമെൻറ്റിൻ്റെ സ്കൂളിൽ കൊടുന്നാക്കിയിട്ടുണ്ട് കായില്ലായിട്ടാണ്. വലിയ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ പൂതിയില്ലായിട്ടൊന്നുമല്ല. അപ്പോൾ എല്ലാ കുട്ടികളും ടൂർ പോകുമ്പോഴേ നമ്മളെ കുട്ടികൾക്ക് ഒരു പൂതിയൊക്കെ ഉണ്ടാവും. കുട്ടികളെ മനസ്സല്ലേ. അപ്പോൾ അതിന് കജ്ജണമില്ല. ഞാൻ അതിൻ്റെ വല്ലാത്തൊരു വിഷമമുണ്ട് എനിക്ക്. ഇറാങ്ക അത് ഈ പഠനത്തിനോട് ബന്ധപ്പെട്ട ഒരു കൊണ്ടുപോകലാണ്. ടൂറ് എന്ന് പറയാൻ വയ്യത്. പിന്നെ മുമ്പത്തെ മാതിരിയല്ല, കുറച്ചൊക്കെ പൈസ ചിലവ് വരും. വാഹനത്തിൻ്റെ ചാർജ് തന്നെ ഇപ്പോൾ പഴയ ബസ്സിൻ്റെ ചാർജ് ഒന്നുമല്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ചിലവുകളും പിന്നെ ഇപ്പോൾ ഒരു ദിവസമൊക്കെ അവിടെ നിന്ന് വരുമ്പോൾ അതിനുള്ളതായ ചിലവുകൾ വരും. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ അതൊരു അതിലൊന്നൊരു ലാഭം മോഹിച്ചിട്ട് ചെയ്യല്ലത്. ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ അതിന് കുറച്ച് ലാഭം എടുക്കുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. ഇന്നെപ്പോലത്തെ കുടുംബത്തിലുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും. എൻ്റെ കുട്ടികൾക്ക് പഠിച്ചു വച്ചിട്ട് ഇന്നിപ്പോൾ അതിൽ പോകാൻ കഴിയൂല. എൻ്റെ സുക്കൂറിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയില്ലേ. ഓനിപ്പോൾ അന്നാന്ന് നയിച്ചു കൊടുത്തിട്ട് വേണം ചിലവ് കഴിച്ചാൽ. അതിൻ്റെ പുറത്ത് ഓൻ്റെ പെണ്ണുങ്ങളെ സോക്കേട്, എൻ്റെ സോക്കേട്, എൻ്റെ പെണ്ണുങ്ങളെ സോക്കേട്, ഇതൊക്കെ ഓൻ്റെ കൈമന്ന് വിട്ടിയിട്ട് ചികിത്സയും തീറ്റയും കാര്യങ്ങളൊക്കെ നടക്കണം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2 കുട്ടികളെ പഠിപ്പും നടക്കണം. അപ്പോൾ കായില്ല മാസ്റ്റേ. ആ ഒരു സങ്കടം ഞങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായം കജ്ജുന്ന ആൾക്കാർക്ക് നിങ്ങളെല്ലാവരും കൂടിക്കാണ്ട് ഒരു സഹായിച്ചിക്കാണ്ടൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ PTA കമ്മിറ്റിയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ചൊക്കെ മെച്ചത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഓരൊക്കെ കൂടിക്കാണ്ട് സ്കൂളിൽ നിന്ന് പോകാൻ പറ്റാത്ത കുട്ടികളെ ഒന്ന് തിരഞ്ഞെടുത്തുക്കാണ്ട് ടൂറ് കൊണ്ടുപോകാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളെ വേറെ കുട്ടികൾക്ക് നിങ്ങൾ കാശ് ഉണ്ടാക്കണ്ട. കാരണം അവരെ കൂട്ടുകാർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ അവരെങ്ങനെയൊക്കെ സ്വരൂപിച്ച് കുറച്ച് കാശ് പിരിച്ചെടുത്താൽ തോന്നുന്നുണ്ട്. അവരെൻ്റെ കയ്യിൽ കൊടുത്തു തന്നു. അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് കാശിൻ്റെ കമ്മിയുണ്ട്. ബാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൂട്ടി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവുണ്ടാകും. അത് കേട്ടപ്പോൾ മാഷെ സന്തോഷമായി. നല്ല മനസ്സുള്ള കുട്ടികളും നമ്മളെ ഈ കുട്ടികളുടെ ഇടയിൽ ഉണ്ടല്ലോ. ഓലിപ്പോൾ പണിയെടുത്തുണ്ടാക്കിയതൊന്നും ആവില്ല. ഓലെ രക്ഷിതാക്കളെ എത്തുന്നൊക്കെ ഓല എന്തേലൊക്കെ മേടിച്ചിക്കാണ്ട് ഓലെ കൂട്ടുകാരന്മാർ പോന്നോട്ടെ വെച്ചിട്ട് ചെയ്തത് ഇക്കാരം. അങ്ങനെ എൻ്റെ അഭിപ്രായം എല്ലാ കുട്ടികളും ഇതിലേക്ക് ഇറങ്ങണം. നമ്മൾ കജ്ജണ രക്ഷിതാക്കളും ഇറങ്ങണം. നമ്മളെ സ്കൂളിൽ നമ്മളെ കുട്ടികൾ ടൂറ് പോകുന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് പോകാൻ കജ്ജാത്തുണ്ടെങ്കിൽ മാസ്റ്റർമാരും രക്ഷിതാക്കളും PTയും ഒക്കെ കൂടിക്കാണ്ട് എല്ലാവരും കൊണ്ടുപോകണം ഈ ടൂറിന്. അതേ നിങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ഒന്ന് സ്കൂളിൽ ചർച്ച ചെയ്തിട്ട് പിന്നെ PTA കമ്മിറ്റി, അതുപോലെ അധ്യാപകരുടെ ഇടയിൽ, വിദ്യാർത്ഥികളുടെ ഇടയിൽ, അത് രക്ഷിതാക്കളുടെ ഇടയിൽ പിന്നെ ഒക്കെ ഒരു ചർച്ച കൊണ്ട് നമുക്കൊരു യോഗ വിളിച്ച് ഈ കാര്യം നല്ലൊരു അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പൊന്നാര കുട്ടികളെ, ഇന്നെ കാണ്ട് നിങ്ങളോടാണ് പറയാനുള്ളത് കേട്ടോ. നമ്മളെ നാട്ടിലെ സ്കൂളുകളിലൊക്കെ എല്ലാ രക്ഷിതാക്കളും മാസ്റ്റർമാരും കൂടിക്കാണ്ട് നമ്മളെ കുട്ടികളൊക്കെ അതാ ടൂറ് കൊണ്ടുപോകണം. രക്ഷിതാക്കൾക്ക് കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവും, പൈസ കൊണ്ട് ചിലവാക്കാൻ കഴിവില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഓലെ കുട്ടികളെ നിങ്ങൾ വെറുതെ കാണാതെ പോകരുത്. നമ്മളെല്ലാവരും കൂടിക്കാണ്ട് രക്ഷിതാക്കളെല്ലാവരും കൂടിക്കാണ്ടും PTA കൂടിക്കാണ്ടും മാസ്റ്റർമാർ കൂടിക്കാണ്ടും പോകാൻ പറ്റാത്ത കുട്ടികളെങ്കിലും കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. നമ്മൾ സ്കൂളിൻ്റെ യൂണിഫോം ഇതക്കണം. കുട്ടികൾക്ക് എല്ലാവരും ഒരേ ഡ്രസ്സ് ഇട്ടോട്ടെ വെച്ചിട്ട് ഗവൺമെൻറ് യൂണിഫോം ഒക്കെ ഉണ്ടാക്കി കൊടുത്തു. അതേമാതിരി നമ്മളെ ഗവൺമെൻറ് ഉന്ന കാണുന്നുണ്ടെങ്കിൽ ഓലും ഇതിലേക്ക് എന്തെങ്കിലും സഹകരണം കൊടുത്തുകാണ്ട് ഈ സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ കഴിയാത്ത ഒരു കുട്ടികൾ ഒരു സ്കൂളിൽ ഉണ്ടാവരുത്. എൻ്റെ സങ്കടം കൊണ്ടാണ് ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞിട്ട് കേട്ടോ. ഒരു കുട്ടിക്ക് ടൂറ് പോകാൻ കഴിയാത്ത കാരണത്താൽ
ഒരു രക്ഷിതാക്കളും ഇനി വിഷമിച്ചരുത് നമ്മളെ നാട്ടിൽ. അതിന് കജൂലാന്ന് തോന്നുകയാണെങ്കിൽ ഈ ടൂർ എന്നുള്ള പരിപാടി സ്കൂളിൽ നിന്ന് നമ്മളാണ്ട് ഒഴിവാക്കുക.